ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഒരാഴ്ചയായി ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇടാൻ പറ്റിയത്, വേറെ ഒന്നും ഉണ്ടല്ല, മടിയാറിനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് വെച്ചാൽ മുത്തച്ഛനും മുത്തച്ഛിയാളും നാത്തോനും ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ, ഇളയച്ചനും. അപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കണം, ബിരിയാണിയോ നെയ്ച്ചോറോ അതൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങാച്ചോറും പിന്നെ നമ്മളെ ഇറച്ചി, കപ്പ ഒക്കെ, അതുപോലെ ഒരു കല്യാണ വീട്ടിലൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ തലേ ദിവസം ഉണ്ടാക്കുന്നൊരു കറിയാണ് കേട്ടോ. കപ്പ, ചേന, അതുപോലെ കായ, അതെല്ലാം കൂടി ഇട്ടിട്ട് ബീഫും എല്ലാം കൂടി ഇട്ടിട്ടൊരു കറി, ഒരു തേങ്ങാച്ചോറ് കേട്ടോ. അപ്പോൾ അതാണ് പ്ലാന്. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ട്, ഒരു കത്തുപാട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് കുറേ മാസങ്ങളായി ഞങ്ങൾ ആഗ്രഹം ഇങ്ങനെ പറയുന്നു കേട്ടോ. ഓരോരുത്തരിങ്ങനെ പറഞ്ഞു വെക്കും, നമുക്ക് ഇന്നത്തെ വാങ്ങിയിട്ട് കത്തുപാട്ട് ഉണ്ടാക്കണം, അത് ഉണ്ടാക്കണം, ഇത് ഉണ്ടാക്കാൻ നോക്കണം. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതാ വലിയ മുത്തച്ഛി താത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വക കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി തരും കേട്ടോ. അപ്പോൾ കത്തുപാട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതാ നമ്മൾ അറിയുന്ന കാക്ക തന്നെയാണ് ഫ്രൂട്ട്സുംകാരൻ. നമ്മളെ മുറ്റത്തേക്ക് തന്നെ കയറി വരും കേട്ടോ. വണ്ടിയൊക്കെ വരാനുള്ളൊരു സൗകര്യമൊക്കെ ഉള്ളത് ഇതായതുകൊണ്ട് ഫ്രൂട്ട്സുകാരൻ മുറ്റത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. വത്തക്ക, പൈനാപ്പിള്, മാങ്ങ, മുന്തിരി, പേരക്ക, ചിക്കു പറഞ്ഞാൽ സപ്പോട്ട അതാട്ടോ. പിന്നെ ഇതാ അങ്ങനെ 5 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. പിന്നെ തേങ്ങാച്ചോറിനുള്ള ഉള്ളി തൊലിച്ച് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ തൊലിക്കണം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതാണ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആരും എത്തിയിട്ടില്ല കേട്ടോ, വലിയ താത്ത മാത്രമേ എത്തിയിട്ടുള്ളൂ. അവരൊക്കെ എത്തുമ്പോഴത്തേനും എന്തൊക്കെ ഒരു സർപ്രൈസ് പോലെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞങ്ങൾ ആർക്കും അറിയില്ല ഫ്രൂട്ട്സ് ഈ സംഭവം ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം അവരൊക്കെ വരുമ്പോഴത്തേനും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വേഗം ഫ്രിഡ്ജിലേക്ക് കയറ്റുകയാണ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അറിയാത്ത പോലെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഓരോരുത്തരങ്ങനെ എത്തുന്നുണ്ട്. ഞങ്ങളിതാ പണികളിങ്ങനെ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്ക് താത്തയാണ്, താത്താക്കാണ് ഇവിടെ ഫുഡിൻ്റെ ഏരിയ കേട്ടോ. ഞങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കും, പക്ഷെ വെക്കുന്നതൊക്കെ താത്തയാണ്. താത്ത നല്ല അടിപൊളിയായിട്ട് എല്ലാ ഫുഡും ഉണ്ടാക്കും കേട്ടോ. അതും നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. ഒക്കെ സെറ്റാക്കി ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അതാ കുക്കറിലാണ് ബീഫ് ഇതൊക്കെ ഇന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കായ ഇതൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും പാടെ കുടിക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങാച്ചോറിനുള്ള തേങ്ങ ഒന്ന് ചിരവിയെടുക്കുകയാണ്. പിന്നെ നമ്മളെ ബീഫൊക്കെ ഒന്ന് 3 കുക്കറിലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരൊറ്റ കുടുക്കിയിൽ ഇങ്ങനെ വെക്കാനുള്ള ഗ്യാപ്പില്ലല്ലോ, അടുപ്പ് പുറത്ത് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ഇപ്പോൾ വെക്കൽ നടക്കില്ല, എന്താ വെച്ചാൽ ഗ്യാസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഭയങ്കര പേടി. അങ്ങനെ ബീഫും സംഭവങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാട്ടോ ഇതിലേക്ക് പൂള, ചേന, കായ, കുമ്പളങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് താത്ത അപ്പുറത്ത് വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാൽ തന്നെ ഒരു ബഹളമാവും കേട്ടോ, നല്ലൊരു തിരക്കാണ്. കുറേ ആളുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും മരുക്കളും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ കൂടുമ്പോഴൊരു രസമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ കുടുംബമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു കൂടൽ ഒരു നമ്മളെ ബന്ധങ്ങൾ കുറച്ചും കൂടി ഒന്ന് അടുപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുക, അത്രയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുറത്ത് അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഇത് വലിയ പാത്രമാവുകൊണ്ട് ഗ്യാസിലൊന്നും വെക്കാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ പുറത്തിതാ അടുപ്പൊക്കെ കൂട്ടി അടിപൊളി ഉഷാറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെക്കുന്നത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാ തേങ്ങാച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും എത്തിയതിന് ശേഷം ഞങ്ങൾ കത്തുപാട്ട് എടുത്തിട്ടോ. അപ്പോൾ വേറൊരു മുത്തച്ഛിനോട് എന്താ ഈ ചെമ്പട്ടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലത്തെ കുറച്ച് ഇറച്ചി കൊടുന്ന് വെച്ചതാണ്, അവർക്ക് നാളെ എന്തോ ഫംഗ്ഷൻ ഉണ്ട് അതിന് വേണ്ടി കൊടുന്ന് വെച്ചതാണെന്നൊക്കെയാണ് കേട്ടോ അവളോട് പറഞ്ഞത്. പക്ഷേ അത് അടപ്പ് തുറന്ന് നോക്കിയില്ല കേട്ടോ. അങ്ങനെ കള്ളി പൊളിഞ്ഞു എല്ലാവരും. ഇനിയിപ്പോൾ അതിലേക്ക് മുളക് പൊടിയും സുർക്ക, ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചിട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. ചിലവർ കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ അതാ രാത്രി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പപ്പടം താത്ത പൊരിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മൂത്തച്ഛനൊക്കെ കൂട്ടാൻ മാത്രം മതി പറഞ്ഞിട്ട് ഇതാട്ടോ കൂട്ടാടുക്കുകയാണ്. ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ ആൾ. അപ്പോൾ അത് നമ്മുടെ സെല്ല കിച്ചൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അവർ ഇപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും, അവരറിയുണ്ടാവും എന്ന് വിചാരിക്കണം.
അപ്പോൾ എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടി നിലത്ത് പായൊക്കെ ഇട്ട് വട്ടത്തിലിരുന്ന് സൊറ പറഞ്ഞ് അടിയും കളിയും ചിരിയും ഒക്കെ ഉണ്ട് കേട്ടോ ആ ഗ്യാപ്പിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മൂത്തച്ഛൻ ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ അവനൊരു മുഖം കാണിക്കാനൊരു മടി കേട്ടോ. അപ്പോൾ എന്നാലും ഞാനെടുത്തു. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂടൽ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.